الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് കഴിവിൻ്റെ പരമാവധി ഒരു നല്ല മുസ്ലിമായി, മുഅ്മിനായി, മുവഹ്ഹിദായി ജീവിക്കാൻ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മളിൽ ഓരോരുത്തരും നിർബന്ധിതരാണ്. അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറബി മാസത്തിൽ ആദ്യത്തെ മാസമാണ് മുഹറം. പരിശുദ്ധമാക്കപ്പെട്ട ഒരു മാസം കൊണ്ടാണ് നമ്മൾ അറബി മാസത്തിലെ വർഷം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാസം കൊണ്ടാണ് ആരംഭം കുറിക്കുന്നത്. ദുൽഹിജ്ജ എന്ന് പറയുന്ന പവിത്രമായ മാസം കൊണ്ടാണ് ആ വർഷം അവസാനിക്കുന്നത്. ഇതൊരു പവിത്രമായ മാസമാണ്. ഇറാനിൽ നിന്ന് ഇസ്രായേൽ തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന രാജ്യത്തിലേക്ക് തിരിച്ചും മറിച്ചും യുദ്ധം നടക്കുമ്പോൾ ലോക പോലീസ് എന്നറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ തലവൻ പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. അതിന് ലോകം വിലയിരുത്തുന്ന ഒരു കാരണം ഇത് മുഹറമാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് മുഹറം എന്ന് പറയുന്ന മാസത്തിന് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. എന്നാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ഷിയാക്കൾക്ക് അതിന് കുറച്ചുകൂടി പ്രത്യേകത കൂടുന്നു അവരുടെ ഭാഷയിൽ. അതുകൊണ്ട് മുഹറം മാസത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെ നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല എന്ന ഭീഷണി ഷിയ രാജ്യത്ത് നിന്ന് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വ്യത്യസ്തമായ കോണുകളിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ യുദ്ധത്തിലേക്ക് പോവാനല്ല ഇത് പറയുന്നത്. മുഹറം എന്ന് പറയുന്ന മാസം പവിത്രമാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടുകളിൽ തൂങ്ങിയിരിക്കുന്ന കലണ്ടറുകളിൽ പോലും മുഹറം മാസത്തിലെ ചില ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ആ മാസത്തിന് നഹ്സ് പ്രഖ്യാപിച്ച, രേഖപ്പെടുത്തിയ കലണ്ടറുകൾ കാണാൻ പറ്റും. അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല, അത് ഷിയാക്കളുടെ വിശ്വാസമാണ്. ഇറാന് പോലെയുള്ള രാജ്യത്തെ ആളുകൾ വെച്ചു പുലർത്തുന്ന വിശ്വാസമാണ് ഈ ദിവസം നഹ്സാണ്. നല്ല കാര്യം ചെയ്യാൻ പാടില്ല, കല്യാണ നിശ്ചയം നടത്താൻ പാടില്ല, കല്യാണം നടത്താൻ പാടില്ല, സന്തോഷിക്കുന്ന വേളകളൊന്നും ഒരുക്കാൻ പാടില്ല, ഒരു നല്ല യാത്ര തുടങ്ങാൻ പാടില്ല. കാരണം ഇത് അശുഭ ലക്ഷണങ്ങളുള്ള ദിവസമാണ് എന്ന് അല്ലാഹു തആല പവിത്രമായി കണക്കാക്കിയ മാസത്തെ തൊട്ട് ഷിയാക്കൽ ലോകത്തെ പഠിപ്പിക്കുന്നു. ഞാൻ ഷിയാ വിശ്വാസത്തിലേക്ക് കടക്കാനല്ല,
നമ്മളെല്ലാവരും ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ പൂർണ്ണമല്ല എന്ന് പറയുന്നവരാണ് ഷിയാക്കൾ. നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ പൂർണ്ണമല്ല. പൂർണ്ണതയുള്ള ഖുർആൻ ഷിയാക്കളുടെ വിശ്വാസത്തിൽ വേറെയാണ്. അതുകൊണ്ട് ആ ഷിയ വിശ്വാസത്തിലേക്കുള്ള കാര്യങ്ങൾ സംസാരിക്കാനല്ല ഞാൻ ഈ ഖുത്ബയിൽ സമയം ചെലവഴിക്കുന്നത്. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഫലസ്തീനിന്റെ മണ്ണിൽ പാവപ്പെട്ട പിഞ്ചുമക്കളും ഒന്നും അറിയാത്ത, തിരിച്ചറിവ് പോലും പ്രായമെത്തിയിട്ടില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങളും മരിച്ചു വീണപ്പോൾ അവിടുത്തെ 10-ലധികം ഹോസ്പിറ്റലുകളെ ഇസ്രായേൽ ജൂത സമുദായം ബോംബിട്ട് തകർത്തപ്പോൾ ലോകത്തിലെ പലരും മൗനം പാലിച്ചപ്പോൾ ഇന്ന് നടക്കുന്ന പോരാട്ടം, അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിവെച്ച ഇറാനിലെയും ഇസ്രായേലിന്റെയും പോരാട്ടത്തെ ശരിവെക്കാനല്ല ഞാനിത് പറയുന്നത്. മറിച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യം തൊടുത്തുവിട്ട മിസൈൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വീണപ്പോൾ ഇത് മാനുഷിക വിരുദ്ധമാണ്, രോഗികളെ ആശ്വസിപ്പിക്കാൻ എത്തിച്ചിട്ടുള്ള ഹോസ്പിറ്റലാണ് തകർത്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് പോസ്റ്ററുകൾ വന്നു, വലിയ ചർച്ച വന്നു, ചില ചാനലുകൾ ചർച്ചക്കെടുത്തു. എന്തായാലും അക്രമങ്ങൾ എല്ലാവരും അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഹോസ്പിറ്റലിന്റെ മുകളിലേക്ക് ഒരു മിസൈൽ ഒരിക്കലും വർഷിപ്പിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് ശരി. ക്യാൻസർ രോഗികൾ കിടക്കുന്ന ഹോസ്പിറ്റലുകളെ തല്ലിത്തകർത്തപ്പോ ഗർഭിണികളായ സ്ത്രീകളെ മാത്രം ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുകൾ, പ്രസവിച്ചു വീണ് കിടക്കുന്ന പിഞ്ചു പൈതലുകളും ആ പ്രസവത്തിന് സർവശക്തനായ റബ്ബിന്റെ നിശ്ചയപ്രകാരം കാരണക്കാരിയായ അമ്മമാരും കിടക്കുന്ന ഹോസ്പിറ്റലുകളെ തല്ലിത്തകർത്തപ്പോ സോഷ്യൽ മീഡിയകൾ മൗനം പാലിച്ചത് നാം മറന്നുകൂടാ. ലോകത്ത് ചില ഇരട്ടത്താപ്പുകൾ എപ്പോഴും നടക്കാറുണ്ട്. അതിന് നാം വിവച്ഛേദിച്ച് കാണണം എന്ന് സാന്ദർഭികമായി പറഞ്ഞതാണ്. ഇറാൻ ചെയ്യുന്ന ഏർപ്പാടുകൾ ശരിയാണെന്ന് പറയാനോ അതിനെ ന്യായീകരിക്കാനോ പറഞ്ഞതല്ല. ഇറാൻ ജൂതന്മാരെക്കാൾ വലിയ ശത്രുവായി കാണുന്നത് മുസ്ലിങ്ങളെയാണ് എന്നവർ പ്രത്യക്ഷമായി മുമ്പ് പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ന്യായ വാക്കുകൾ പറയാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. അവിടെ ജൂതന്മാർക്ക് ദേവാലയങ്ങളുണ്ട്. എന്നാൽ അഹ്ലുസുന്നയുടെ ഒരു സുന്നി പള്ളി ഇറാനിൽ അവർ അനുവദിക്കാൻ റെഡിയല്ല. ഒറ്റ വാചകത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ഫലസ്തീനിന്റെ മണ്ണിൽ, ജെറൂസലേമിന്റെ മണ്ണിൽ പ്രിയപ്പെട്ടവരെ, വീണുകിടന്ന കുഞ്ഞുങ്ങളെ ആലോചിക്കുമ്പോൾ ലോകരക്ഷിതാവായ റബ്ബ് വ്യത്യസ്ത നിലയിലായിരിക്കും ചില ആളുകൾക്ക് പരീക്ഷണങ്ങളെ കൊടുക്കുക എന്നത്. അത് നാം മനസ്സുകൊണ്ട് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വേണ്ടിയാണ് ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ളത്. അള്ളാഹു എല്ലാ രാജ്യങ്ങളെയും സമാധാനത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളുടെ കാര്യങ്ങളെ വായിക്കുന്നവരും പഠിക്കുന്നവരുമാണ്. മറ്റൊരു ദിവസം വേണമെങ്കിൽ ഷിയ വിശ്വാസത്തിൻ്റെ അതിശക്തമായ വഴിമാറി സഞ്ചരിക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ മുഹറം ഒരു പവിത്രമായ മാസമാണ്. ആ മാസത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് വേണ്ട സർവ്വ ഒരുക്കങ്ങളും നടന്ന മാസമാണ്. വർഷത്തിന്റെ ആരംഭം കുറിക്കുന്ന മാസമാണ് പവിത്രമായ മുഹറം. വർഷത്തിന്റെ അവസാനം കുറിക്കുന്ന മാസമാണ് പവിത്രമായ ദുൽഹിജ്ജ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരുപാട് ത്യാഗത്തിന്റെ കഥകളെ കടന്നുപോയിക്കൊണ്ടാണ് ഹിജ്റ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഹിജ്റ ആഗ്രഹിച്ചിട്ടില്ല. അത് ചരിത്രത്തിൽ നിന്നും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ചില വാചകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഹിജ്റ ആഗ്രഹിച്ചിട്ടില്ല. ഹജറ എന്ന് പറഞ്ഞാൽ വെടിഞ്ഞു എന്നാണ് അർത്ഥം. സ്വന്തം നാടും പിറന്നു വീണ മണ്ണും ജനിച്ചു വളർന്ന നാടും അവിടുത്തെ കൂട്ടുകാരും അവിടുത്തെ കുടുംബ ബന്ധുമിത്രാദികളെയും എല്ലാവരെയും ഉപേക്ഷിച്ച് ലോകരക്ഷിതാവായ റബ്ബിനു വേണ്ടിയുള്ള എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുള്ള പലായനമാണ്
ഹിജറ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് നാം ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. നമുക്കുമുണ്ട് ഹിജറ. അത് ദേഹേച്ഛയോടുള്ള പോരാട്ടം ഹിജറയാണ്. തൻ്റെ ദേഹേച്ഛയോടുള്ള പോരാട്ടം ഹിജറയാണ്. എനിക്ക് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാനാണ് ആഗ്രഹം. ഇല്ല, ഞാനത് ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ച് ഞാൻ എൻ്റെ ദേഹേച്ഛയെ പിടിച്ചുകെട്ടുന്നത് പോലും ഹിജറയാണ്. അതുകൊണ്ട് ഹിജറ എന്ന് കേൾക്കുമ്പോൾ ഒരു പലായനത്തിൽ മാത്രം ഉപയോഗിക്കാനുള്ള പദമായി നാം കാണരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. യാസിർ കുടുംബം സഹിച്ച ത്യാഗം അല്ലേ, ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണേണ്ടി വന്നു. ഒരു മലയുടെ മുകളിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഇസ്ലാമിലേക്ക് പ്രവേശനം നടത്തിയപ്പോ സ്വഹാബാ കിറാമിനിടയിൽ ആവേശമായി. അപ്പോൾ ഒരു മലയുടെ മുകളിലേക്ക് കയറി നിന്ന് പരസ്യമായി പ്രബോധനം തുടങ്ങാൻ അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുക്കുന്ന സന്ദർഭം ചരിത്രത്തിന്റെ നുറുങ്ങുകൾ വേഗം പറഞ്ഞു പോവാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇസ്ലാമിലേക്ക് വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. കരുത്തുറ്റ മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം. ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ധൈര്യമായി അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് പറയാൻ ഞങ്ങൾക്ക് ആവേശമുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന്റെ വ്യത്യസ്ത മേഖലകൾ കടന്നു പോകുമ്പോൾ പരസ്യമായ പ്രബോധനം നിർവഹിക്കാൻ വേണ്ടി ഒരു മലയുടെ മുകളിലേക്ക് കയറി നിന്ന് തൻ്റെ കൂട്ടുകുടുംബങ്ങളെ പേരെടുത്ത് വിളിച്ച് അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ കുടുംബത്തിൽപ്പെട്ട അബൂ ലഹബ് പറഞ്ഞ വാക്ക് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. തബ്ബല്ലക് യാ മുഹമ്മദ്, ഓ മുഹമ്മദേ താങ്കൾക്ക് നാശം. അല്ലിഹാദ ജമഅതന, ഇത് ഈ കാര്യത്തിന് വേണ്ടിയാണോ, ഇത് പറയാൻ വേണ്ടിയാണോ താങ്കൾ ഞങ്ങളെ ഇങ്ങോട്ട് ഒരുമിച്ച് കൂട്ടിയത് എന്ന് ചോദിച്ച് തബ്ബല്ലക് എന്ന പദമാണ് കുടുംബക്കാരുടെ മുമ്പിൽ വെച്ച് ആദ്യത്തെ പരസ്യ പ്രബോധന സമയത്തിന്റെ ഒന്നാമത്തെ തീയതിയിലെ ഒന്നാമത്തെ പോയിന്റ് പറയുമ്പോൾ തന്നെ കുടുംബത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് ആക്രോശിക്കുകയാണ്. തബ്ബല്ലക് യാ മുഹമ്മദ്, ഓ മുഹമ്മദേ താങ്കൾക്ക് നാശം. ഇത് പറയാനാണോ താങ്കൾ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്? ഞങ്ങൾ ഇതുവരെ ആരാധിച്ചു കൊണ്ടിരുന്ന സർവ്വ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും അല്ലാഹുവല്ലാത്തതിന് പുറമെ പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന പൂജകളും വഴിപാടുകളും നടത്തുന്ന ആ സമൂഹത്തിന്റെ മുമ്പിൽ സർവ്വതും മാറ്റിവെച്ച് ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അത് സഹിക്കാനാവാതെ അബൂ ലഹബ് ചോദിച്ച ചോദ്യമാണ്, ഇത് പറയാനാണോ താങ്കൾ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു കൂട്ടിയത്? താങ്കൾക്ക് നാശം. ചെറിയ സൂറത്തിൽ അല്ലാഹു തആല തബ്ബല്ലക് എന്ന് പ്രയോഗിച്ചതിൻ്റെ അതേ പ്രയോഗം നടത്തിക്കൊണ്ട് അബൂ ലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ ലോകവും പരലോകവും അബൂ ലഹബ് എന്ന് പറയുന്ന മനുഷ്യന് ഇതാ നാശമായിരിക്കുന്നു, നഷ്ടമായിരിക്കുന്നു. തൻ്റെ ഭാര്യക്കും നഷ്ടം മാത്രമേ വരാനുള്ളൂ. ജീവിത ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒറ്റപ്പെട്ട് ആർക്കും വേണ്ടാത്തവനായി വഴിമാറി നടക്കേണ്ട ഗതി അബൂ ലഹബിനുണ്ടായി. ഖുർആനിന്റെ അമാനുഷികതകൾ എണ്ണുമ്പോൾ ലോക ചരിത്രങ്ങളിൽ പണ്ഡിതന്മാർ ഒന്ന് പറയുന്നത് ഇതാണ്: അബൂ ലഹബ് പിന്നെയും ജീവിച്ചല്ലോ. അത് കേട്ട് ഉടനെ അള്ളാഹു മരിപ്പിക്കുകയല്ല ചെയ്തത്. അബൂ ലഹബ് എന്ന് പറയുന്ന മനുഷ്യൻ ആളുകൾക്ക് മുന്നിൽ വന്നു നിന്ന് ഞാനിതാ മുസ്ലിമാകുന്നു എന്ന് മനസ്സുകൊണ്ടാവാതെ ആളുകളെ ചതിക്കാൻ വേണ്ടിയെങ്കിലും ഞാനിതാ മുസ്ലിമാകുന്നു എന്ന് പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ ഈ സൂറത്തിന് പിന്നെ പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ തമാശക്ക് പോലും അദ്ദേഹത്തിന് ആ വാക്ക് പറയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, മരണം വരെ ഇസ്ലാമിനെ എതിർത്ത് അള്ളാഹുവിന്റെ പ്രവാചകനെ എതിർത്ത് ഒറ്റപ്പെട്ടവനായി വടിമാറി നടക്കുന്ന സാഹചര്യമാണ് കണ്ടത്. അള്ളാഹു തിരിച്ച് പ്രതികരിച്ചതാണ് പരിശുദ്ധ ഖുർആനിൽ ആ സൂറത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യാസിർ കുടുംബം, അമ്മാർ, അതുപോലെ തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹ, ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടിട്ട് പറഞ്ഞു, യഖൂലു ലി അബി അമ്മാർ, അമ്മാറിന്റെ ഉപ്പയോട് പറയുകയാണ്, വ ഉമ്മി അമ്മാർ, അമ്മാറിന്റെ ഉമ്മയോട് പറയുകയാണ്, സ്ബിറു ആല യാസിർ, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക, മൗഇദുകുമുൽ ജന്ന, നിങ്ങൾക്കുള്ള വാഗ്ദാനം സ്വർഗമാണ്. ചുട്ടുപടുത്ത കമ്പി നാഭിയുടെ കുത്തിക്കയറ്റി എല്ലുകളെ തല്ലിമാറ്റി കുടൽമാലകൾ ഉരുകി ഒലിച്ച് ശരീരത്തിലെ മാംസളമായ ഭാഗങ്ങൾ ഒലിച്ചിറങ്ങി
പ്രിയപ്പെട്ടവരെ, കൂർത്ത മുനയുള്ള ചുട്ടുപടിപ്പിച്ച കമ്പി മുന്നിലൂടെ കുത്തിക്കയറ്റി മറുഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തി. ദാ മുഹമ്മദിന്റെ പക്ഷത്ത് നിന്ന് മാറി എന്ന് പറഞ്ഞാൽ കെട്ടടിച്ചു വിടാം, നിനക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറയുമ്പോ യാസിറും അമ്മാറും തലകൊണ്ടാട്ടി പറയുന്നു, പറയരുത്, പറയരുത്. സുമയ്യ റളിയല്ലാഹു അൻഹ കെട്ടിയിട്ട മരത്തിനിടയിലൂടെ ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ട് ഉറക്കെ പറഞ്ഞു. നാഭി എന്ന് പറയുന്ന ഭാഗം മനുഷ്യന്റെ സോഫ്റ്റായ ഭാഗമാണ്, ഏറ്റവും വേദന അനുഭവിക്കാൻ പറ്റുന്ന ഭാഗമാണ്. അവിടെയാണ് ചുട്ടുപടുത്ത കളറുമാറി നിൽക്കുന്ന കമ്പി കൊണ്ട് ശത്രുക്കൾ കുത്തി പരിക്കേൽപ്പിച്ച് ആ കമ്പി പുറത്ത് പിറകുവശത്തിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോഴും വേദന കടിച്ചു പിടിച്ചു, കണ്ണുനീർ ചാലിട്ടൊഴുകി. സുമയ്യ റളിയല്ലാഹു അൻഹ തന്റെ വള്ളി കൊണ്ട് കെട്ടിയ കയറിനിടയിലൂടെ ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ആദ്യത്തെ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ നിന്ന് ആദ്യത്തെ ഷഹീദയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. ഈ ത്യാഗമൊക്കെ സഹിച്ചതിന് ശേഷമാണ് പ്രിയപ്പെട്ടവരെ ഹിജറ എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ആദ്യഘട്ടത്തിലെ പ്രയാസം ദഅവത്തിന്റെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് ദഅവത്ത് നടത്താൻ കഴിയില്ല, ഇവിടെ ഒരുപാട് ശത്രുക്കളുണ്ട്, ഇവിടെ തൗഹീദ് പറയാൻ കഴിയില്ല, ഇവിടെ ശിർക്കിനെ എതിർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ നാട് വിട്ട് പോകാനല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അവിടുത്തെ ഖുറൈശ് നേതാക്കന്മാർ, അവിടുത്തെ ശത്രുക്കളുടെ കൂട്ടത്തിലെ നേതാക്കന്മാർ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ അധികാരത്തിന്റെ ചെങ്കോല് താങ്കളുടെ കയ്യിൽ തരാം, അധികാരമാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ. പ്രവാചകൻ അതേ പുഞ്ചിരിക്കുന്ന മുഖവുമായി പറഞ്ഞു, അധികാരത്തിന്റെ കസേരയോ ചെങ്കോലോ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് നിങ്ങൾ ചെയ്യുന്ന തെറ്റായ വിശ്വാസത്തെ തിരുത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കൊരധികാരവും ആവശ്യമില്ല, നിങ്ങൾ ചെയ്യുന്ന തെറ്റായ വിശ്വാസത്തെ തിരുത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. അത് എന്റെ ഇഷ്ടപ്രകാരമല്ല. അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൃത്യമായ വഹയി പ്രകാരമല്ലാതെ ഞാൻ നിങ്ങളോട് ദീനിന്റെ കാര്യങ്ങൾ പറയുന്നില്ല. ഇത് അല്ലാഹുവിന്റെ വഹയാണ്, ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദഅവത്തുമായി മുന്നോട്ട് പോവുകയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ ഹിജ്റക്കുള്ള ഒരുക്കം നടക്കുകയാണ്. മുഹറത്തിൽ ഹിജ്റക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹിജ്റയുടെ ചരിത്രത്തിന്റെ നാൾ വഴികളിലൂടെ ഞാൻ കടന്നു പോകുന്നില്ല. അവിടെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സന്ദർഭം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പേടിച്ചു പോകുന്ന സമയം, തെരഞ്ഞു വരുന്ന ആളുകളുടെ കാല് കാണുന്ന ഗുഹയിലിരുന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബിയെ പിറകിലേക്ക് ഇങ്ങനെ മാറ്റി നിർത്തി ചേർത്ത് നിന്നിട്ട് പറയുന്നു, നബിയെ അവരൊന്ന് കുനിഞ്ഞാൽ നമ്മളെ കാണുമല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ അങ്ങനെ തന്നെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്, ഹദീസിൽ ദീർഘമായി വിശദീകരിക്കുന്നുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ, ഒരിക്കലും ദുഃഖിക്കണ്ട, ഒരിക്കലും ദുഃഖിക്കണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്, റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. ആ ഹിജ്റയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം നടത്തി പോവാനൊരുങ്ങുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്ന സന്ദർഭത്തിൽ പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ ഫത്ഹി മക്ക, പിന്നെ ഹിജ്റ കഴിഞ്ഞ് തിരിച്ചു വന്ന് മക്ക ഫതഹാകുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, അന്ന് പോയ ഹിജ്റയെ സ്മരിച്ചുകൊണ്ട് അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹ് വലാകിൻ ജിഹാദുൻ വനിയ്യ എന്ന് തുടങ്ങുന്ന ദീർഘമായ ഹദീസ് കാണാം. എന്താണ് പറയുന്നറിയോ? ഇതാ മക്ക വിജയിച്ച് ഞാൻ ഹിജ്റയിലേക്ക് വരാം, മക്ക വിജയിച്ചടക്കി രണ്ടാമത് മക്കയിലേക്ക് വന്ന് മക്കയുടെ ഫത്ഹ് വിജയം നടന്നപ്പോൾ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി മക്കയിൽ നിന്നൊരു ഹിജ്റയില്ല. അള്ളാഹു സമാധാനം ഏറ്റവും കൂടുതൽ നൽകുന്ന ഒരു പ്രദേശമാണ് മക്ക. അതുകൊണ്ട് മക്കയിൽ നിന്ന് ഇപ്പോഴും ഹിജ്റയുണ്ട്, പക്ഷെ മക്കയിൽ നിന്ന് ഹിജ്റയില്ല, ഇനി മക്കയിൽ നിന്ന് ഹിജ്റയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്നത് ഹദീസിന്റെ തുടക്ക ഭാഗത്ത് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോവുകയാണ്. പോകുന്ന സമയത്ത് കഅബാലയത്തിന്റെ നേരെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, യഖൂലു ലിമക്ക, മക്കയോട് പറയുകയാണ്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം. ഇങ്ങനെ പറയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണുനീർ വാർത്തുകൊണ്ട്
ജനിച്ച നാട്, വളർന്ന നാട്, കളിച്ചു വളർന്ന നാട്, അല്ലേ, സ്വസ്ഥമായി പോയിരുന്ന ഹിറാ ഗുഹ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്കുള്ള ദീർഘമായ യാത്ര. അന്ന് വാഹന സൗകര്യങ്ങൾ നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, എത്ര സമയമെടുക്കും കിലോമീറ്ററുകൾ താണ്ടാൻ. അങ്ങനെയുള്ളൊരു യാത്രക്കൊരുങ്ങുമ്പോൾ കഅബാലയത്തിന്റെ നേരെ തിരിഞ്ഞു നിന്ന് മക്കക്ക് നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്നകി ലഖൈറു അർദില്ലാ, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ല ഭൂമി നീയാണെന്ന് എനിക്കറിയാം. വഅഹബ്ബു അർദില്ലാഹി ഇലയ്യ, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയും നീയാണെന്ന് എനിക്കറിയാം. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഒരിക്കലും ഇവിടെ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഒരു നിർബന്ധിത ഘട്ടത്തിൽ നിന്നെ ഈ മണ്ണ് വിട്ട്, ഈ കഅബാലയം വിട്ട്, ഈ നാട് വിട്ട് പോകാൻ എന്നെ ഇവർ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇല്ല, നിന്നെ വിട്ടു പോകാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് ഇതാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നാട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് ഇതാണ്, ഇവിടം വിട്ടു പോകാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ ആ യാത്രയുടെ തുടക്കം കുറിക്കുന്നത് എന്ന് ഹദീസിന്റെയും ചരിത്രത്തിന്റെയും ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു യാത്ര പെട്ടെന്ന് അങ്ങ് കടന്നു പോവുകയല്ല, വളരെ നല്ല മുഷാവറ നടത്തുകയാണ്, കൂടിയാലോചന നടത്തുകയാണ്. എങ്ങനെയാണ് പോവേണ്ടത്, ഏതു വഴിയിലൂടെയാണ് പോവേണ്ടത്, അതിൻ്റെ പ്ലാനിങ് നടക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് ചില മാതൃകകളുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഒരു മുഷാവറ നടക്കണം, ഒരു കൂടിയാലോചന നടക്കണം. എങ്ങനെയായിരിക്കണം നാളത്തെ ദിവസം നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്ന് ചിന്തിക്കണം. ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അതിന് പ്ലാനിങ്ങുകൾ ഉണ്ടാകണം, അതിന് ഷെഡ്യൂളും ഉണ്ടാകണം. ഇതൊക്കെ ഹിജ്റയുടെ സന്ദർഭത്തിൽ പോലും ആ നാട്ടിൽ നിൽക്കാനാവാതെ നാടുവിട്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ വരെ കൂടിയിരുന്ന് ആലോചിച്ച് പ്ലാനിങ് നടത്തി ആരായിരിക്കണം വഴി കാണിക്കേണ്ടത്, എങ്ങനെ പോകണം, എപ്പോഴും നടന്നു പോകുന്ന, പാറകൾ ഉയർന്നു നിൽക്കുന്ന, മണൽക്കൂനകൾ പൊന്തി നിൽക്കുന്ന, വലിയ വിശാലമായ റോഡുകളോ വഴികളോ ഇല്ലാത്ത ഒരു പ്രദേശത്തുകൂടി ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന ചവിട്ട് വഴികളുണ്ട്. ആ വഴി തന്നെ സ്വീകരിച്ചാൽ അതിലൂടെ നമ്മെ പെട്ടെന്ന് വന്ന് തെരഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യത്യസ്തമായ ഒരു വഴി കണ്ടെത്തണം. അങ്ങനെ മരുഭൂമിയിലൂടെ മദീനയിലേക്ക് എത്രയോ നൂറുകണക്കിന് കിലോമീറ്ററുകൾ താണ്ടിപ്പോകുന്ന യാത്രയിൽ ഈ ആർക്കും അറിയാത്തൊരു പുതിയ വഴി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ നോക്കിയപ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആളില്ല എങ്കിൽ ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾക്കാണ് അങ്ങനെ വഴിയറിയാം. എവിടെ? ശത്രു സൈന്യത്തിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെട്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും മരുഭൂമിയിലൂടെയുള്ള യാത്രാ വഴി കാണിച്ചു കൊടുക്കുന്നത് മുസ്ലിം അല്ലാത്ത ഒരാളാണ്. ഞാൻ വരാം നിങ്ങളുടെ കൂടെ, ഞാൻ പറയുന്ന റൂട്ടിലൂടെ നിങ്ങൾ നടക്കണം, അതിലൂടെ ഇവർ വരാൻ സാധ്യതയില്ല. ഒരു പുതിയ വഴി കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, അല്ലേ, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എന്ന രണ്ടു ചേരികൾ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യത്ത് പ്രിയപ്പെട്ടവരെ, ഇവിടെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന രാജ്യമാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇതൊരു മതേതരത്വ രാജ്യമാണ്, നാനാത്വത്തിൽ ഏകത്വം ഉദ്ഘോഷിക്കുന്ന രാജ്യമാണ്. ഇവിടെ ഇന്ന് ഞാൻ ജുമാ ഖുത്ബയിൽ ഈ കാര്യങ്ങൾ ഉറക്കെ പറയുന്നു. പബ്ലിക്കിൽ നമുക്ക് പറയാം, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്കിടയിലെ തെറ്റുകൾ നമുക്ക് വിളിച്ചു പറയാം, പോരായ്മകളും പിഴവുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം. എന്നാലും നമുക്ക് നമ്മുടെ ദഅവാ രംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ അവിടെ നാം പാലിക്കേണ്ട മര്യാദ എന്ത് എന്നൊക്കെ ഈ ചരിത്ര സംഭവത്തിലൂടെ പഠിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുന്ന ഒരു വഴികാട്ടി മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നായിരുന്നില്ല, മറിച്ച് ആട്ടിൻ കൂട്ടങ്ങളെ കൊണ്ടുപോകുന്ന പിറകിൽ വരുന്ന ആളുകളോട് പറഞ്ഞു, ആട്ടിടയനോട് പറഞ്ഞു, ആടിന്റെ പിറകു വശത്താണ് ആട്ടിടയൻ നടക്കുക, ആടിനെ നോക്കുന്ന ആള് ആടിന്റെ പിറകു വശത്താണ് നടക്കുക. പ്രവാചകൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ശ്രദ്ധിക്കണം, നടക്കുമ്പോ ആടിന്റെ മുന്നിൽ നടക്കണം, ആടിന്റെ മുന്നിൽ നടക്കണം. ആട്ടിൻ കൂട്ടങ്ങളുടെ മുന്നിൽ താങ്കളുടെ കാലടിപ്പാട് ആടുകൾ ചവിട്ടി മായ്ച്ചു കളയണം. അവർ കാലടിപ്പാട് അന്വേഷിച്ചു വരുമ്പോൾ കുറെ ഒട്ടകങ്ങളും ആടുകളും നടന്നു പോയ പാടുകളല്ലാതെ ഒരു മനുഷ്യന്റെ കാൽപ്പാട് അവർ കാണാൻ പാടില്ല. അതുകൊണ്ട് ആട്ടിടയന്മാർക്ക് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ആട്ടിൻ കൂട്ടങ്ങൾ ബാക്കിൽ വരട്ടെ, ആട്ടിടയൻ മുന്നിൽ നടക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. ഇതൊക്കെ ഇങ്ങനെ യാത്രക്കിടയ്ക്ക് പറയില്ല, പിന്നെ യാത്ര പോകുന്നതിന് മുമ്പ് ഇരുന്ന് കൂടിയാലോചിച്ച് പ്ലാനിങ് നടത്തിക്കൊണ്ടാണ് ആ യാത്ര ഒരുക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട്
ഞാൻ ഈ ഹിജറയുടെ ചരിത്രത്തിൽ നിന്ന് ചില നുറുങ്ങുകൾ എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വെച്ചിട്ടുള്ളത്. നമുക്കിതിലൊക്കെ ചില പാഠങ്ങളുണ്ട്. മുഹറം എന്ന് കേൾക്കുമ്പോൾ, ഒരു ഹിജറയെ കുറിച്ച് ഓർക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെ വരെ ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ച ആ സ്വഹാബത്ത്, കാത്തിരിക്കുന്ന മദീനയിൽ കാത്തിരിക്കുന്ന സ്വഹാബികൾ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കാത്തിരിക്കുന്ന സ്വഹാബികൾ, ദൂരെ നിന്ന് കാണുമ്പോൾ പാട്ടുപാടി സ്വീകരിക്കുന്ന സഹാബികൾ, അല്ലേ, പ്രവാചകൻ ഞങ്ങളുടെ വീട്ടിൽ വരണമെന്ന് ആഗ്രഹിച്ച് എല്ലാവരും വിളിക്കുന്ന സന്ദർഭം, അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു നിശ്ചയിച്ച പ്രകാരം ഒരു സഹാബിയുടെ വീട്ടിൽ താമസിക്കാൻ ഒരുങ്ങുമ്പോൾ സഹാബി വീടിന്റെ മുകളിലേക്ക് കയറണമെന്ന് നബിയോട് പറയുന്നത്. അന്ന് ഈത്തപ്പന മരങ്ങൾ കീറി മണ്ണു തേച്ചുണ്ടാക്കുന്ന വീടിന്റെ താഴ്ഭാഗത്താണ് സത്യത്തിൽ ആ ഗസ്റ്റിനെ, അള്ളാഹുവിന്റെ പ്രവാചകനെ ഏറ്റവും വലിയൊരു അതിഥിയെ കിട്ടിയപ്പോൾ സഹാബിയോട് മറ്റുള്ള ആളുകൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ നബിയോട് മുകളിലേക്ക് കയറാൻ പറഞ്ഞത്? ഇത് മണ്ണുകൊണ്ട് തേച്ചുണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഞങ്ങൾ മുകളിലും അള്ളാഹുവിന്റെ പ്രവാചകൻ താഴെയുമാകുമ്പോൾ ഞങ്ങൾ മുകളിലൂടെ ഞങ്ങളുടെ കുട്ടികൾ ഓടിക്കളിക്കുകയും നടക്കുകയും ചെയ്യുമ്പോൾ നബിയുടെ ശരീരത്തിലേക്ക് മണ്ണു വീഴാനും പൊടി വീഴാനും സാധ്യതയുണ്ട്. അതല്ലാതെ ഞങ്ങൾ പ്രവാചകനെ സ്റ്റെപ്പ് കയറ്റാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഇതാഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്ന് ആ സഹാബികൾ പറയുന്നത്. അവർ സ്വീകരിക്കുകയാണ്. അവിടെ എത്തിയ മുഹാജിറുകളായ ആളുകൾക്ക്, അവിടുത്തെ സ്വീകരിച്ച അൻസ്വാറുകളായ ആളുകൾ അവിടെ ഭാര്യമാരെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, എല്ലാം ഉപേക്ഷിച്ചു വന്നവരാണ്, ഇത് രണ്ടും എൻ്റെ ഭാര്യമാരാണ്, ആരെ വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാം, അവരെ ഒഴിവാക്കി താങ്കൾക്ക് വിവാഹം ചെയ്തു തരാം, ഇത് ഞങ്ങളുടെ ആയുധങ്ങളാണ്, പണിയായുധങ്ങളാണ്, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ഇതെന്റെ സ്വത്താണ്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാം എന്ന് പറഞ്ഞ് എല്ലാം ഓഹരി വെച്ചുകൊണ്ട് അവർക്ക് തത്തുല്യമായ ഒരു ചരിത്ര സംഭവത്തെ രേഖപ്പെടുത്താൻ ഇല്ല പ്രിയപ്പെട്ടവരെ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധ്യമല്ല. കടന്നു വന്നവരെ, നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് വന്നവരെ, അല്ലേ, നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ നിന്നോ എറണാകുളത്ത് നിന്നോ കൊല്ലത്ത് നിന്നോ കോട്ടയത്ത് നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ കണ്ണൂരിൽ നിന്നോ അല്ലെങ്കിൽ കാസർഗോഡിൽ നിന്നോ നമ്മുടെ നാട്ടിലേക്ക് താമസം മാറിയാളെ ചിലപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുക, ഇവിടെ വന്ന് പുതിയ കുടി വച്ചാള്, പുതിയ വീട് വന്നാള്, ഇങ്ങോട്ട് വന്നാള് എന്നർത്ഥത്തിലാണ് പറയുക, അല്ലേ. എന്നാൽ അവരെല്ലാം മറന്ന് അവരെ ചേർത്ത് പിടിച്ചു, അവരുടെ പണിയായുധങ്ങൾ ഓഹരി വെക്കുകയാണ്, സ്വത്ത് ഓഹരി വെക്കുകയാണ്, എല്ലാം അവർ ഓഹരി വെക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന സന്ദർഭം, അതൊക്കെ ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചതും കേട്ടതുമാണ്. അവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, ഉള്ളത് പങ്കുവെക്കുന്നതിൻ്റെ ആ ചരിത്രങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. നമ്മൾ എത്രത്തോളം ദീനിനെ സ്നേഹിച്ചു, ഇവർക്കെന്താണ് മക്കയിൽ നിന്ന് വന്നവരോട് ഇത്ര സ്നേഹം? ദീനിനോടുള്ള ഇഷ്ടമാണ്, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്താണ്, അല്ലേ. ഈ പള്ളിയിലിരിക്കുന്ന നമ്മൾ മുഅ്മിനീങ്ങളാണ്, മലയാളത്തിൽ ഖുത്ബ കേൾക്കുന്നവരാണ്. നമ്മൾ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നവരാണോ? പരസ്പരം അയൽവാസികളായ, അയൽപ്പക്കക്കാരായ, കൂട്ടുകുടുംബ ബന്ധുക്കളായ നമ്മൾ ദീനിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്, അല്ലേ. ഈ ഭവനത്തെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? എൻ്റെ വീട് പോലെ ഉണ്ടോ? ഞാൻ സാന്ദർഭികമായി ചോദിക്കുകയാണ്. എൻ്റെ വീട് പോലെ, എൻ്റെ വീട്ടിലൊന്ന് കംപ്ലൈൻറ്റ് വരുമ്പോൾ, ഒരു ബൾബ് കേട് വരുമ്പോൾ, ഒരു ഫാന് കേട് വരുമ്പോൾ, ഒരു ടൈല് കേട് വരുമ്പോൾ, ഒരു വൃത്തികേട് കാണുമ്പോൾ കാണിക്കുന്ന ജാഗ്രത അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകാറുണ്ടോ? അതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, അതിനെ കേൾപ്പിച്ച ആളുകളുണ്ട് എന്ന ഒരു മനസ്സ് നമ്മളിലേക്ക് വരാറുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? എങ്കിൽ സഹാബാ കിറാം അവർ സഹിച്ച ത്യാഗത്തെ ഓർക്കാൻ നമുക്ക് അവകാശമില്ലാതെയാകും. അള്ളാഹുവിൻ്റെ ഒരു വീട്, അതിനെപ്പോലും ആരാധനകൾ കൊണ്ട് സ്നേഹിക്കാൻ, 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ച് പള്ളിയോട് കാണിക്കേണ്ട ഏറ്റവും വലിയ മഹബ്ബത്തും ഇഷ്ടവും കാണിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഹിജറയുടെ ചരിത്രത്തെ സ്മരിക്കാൻ എനിക്കും നിങ്ങൾക്കും എന്ത് അവകാശമാണ് ഉണ്ടാവുക? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എന്താ ഈ ഇന്നൽ മുഹാജിറ, ഈ ഹിജറ പോയവൻ എന്ന് പറഞ്ഞാൽ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അള്ളാഹു വിലക്കിയത് എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നവനാണ്. റബ്ബ് വിലക്കിയത് എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നവനാണ് സത്യത്തിൽ മുഹാജിറായ, ഹിജറ പോയവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റബ്ബ് പാടില്ല എന്ന് പറഞ്ഞ കാര്യം, അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിൽ തൊട്ടുകൊണ്ട്, കൽബിൽ തൊട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മുടെ മനസ്സിങ്ങനെ മന്ത്രിക്കുന്നില്ലേ, ഞാനാ പറഞ്ഞത്, ഞാനാ ചെയ്തത്, ഞാനാ കൊടുത്തത്, ഞാനാ കൂട്ടുനിന്നത്, അല്ലേ. അതൊന്നും റബ്ബിന് ഇഷ്ടമില്ലാത്തതാണ്. മാറ്റി നിർത്താനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക്
നമ്മൾ എത്തിയിട്ടുണ്ടോ എന്ന് ഗൗരവത്തോടു കൂടി ആലോചിക്കണം. മാത്രമല്ല, മുഹറം എന്ന് പറയുമ്പോൾ മുഹറം 10 നോമ്പ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 10 നോമ്പ് ആദ്യമേ എടുക്കാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ കാണാം, ഖാലത്ത് കാന യൗമു ആശുറ, ഈ മുഹറത്തിലെ 10ാമത്തെ ദിവസത്തെ നോമ്പ് തസൂമുഹു ഖുറൈശ് ഫിൽ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഖുറൈശികളൊക്കെ ഈ നോമ്പെടുത്തിരുന്നു. വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഓരെ കൂടി ആ നോമ്പെടുത്തിരുന്നു. ഫലമ്മാ ഖദിമൽ മദീന, മദീനയിൽ വന്നപ്പോഴും സ്വാമഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹറം 10 നോമ്പെടുത്തു. വഅമറ ബിസിയാമിഹി, ആ നോമ്പെടുക്കാൻ ആളുകളോട് പറയുകയും ചെയ്തു. ഫലമ്മാ നസല റമളാൻ, അങ്ങനെ റമളാൻ വന്നു. കാന റമളാനുൽ ഫരീള, റമളാനിലെ നോമ്പ് നിർബന്ധമായി അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തപ്പോ വതുരിക അശൂറ, ആ 10 നോമ്പ് നിർബന്ധമായി എടുക്കുന്ന നോമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ അതിൽ നിന്ന് മാറി നിന്നു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം ഇങ്ങനെയായിരുന്നു, മൻ ശാഅ സ്വാമ വമൻ ശാഅ ലം യസും, ഇനി ആ നോമ്പ് ഇഷ്ടമുള്ളവൻ എടുക്കട്ടെ, ഇഷ്ടമില്ലാത്തവൻ മാറ്റി നിർത്തട്ടെ എന്ന് പറഞ്ഞാൽ സുന്നത്തായൊരു നോമ്പായി മാറി. അപ്പോ ജാഹിലിയ കാലത്തിൽ തന്നെ ആ നോമ്പുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 നോമ്പ് എടുത്തു വന്നിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആളുകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഈ നോമ്പെടുക്കാനുള്ള കാരണം എന്താണ്? അവിടുത്തെ ആളുകൾ പറഞ്ഞു, ജൂതന്മാർ വരെ ആ നോമ്പെടുത്തിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ നോമ്പെടുക്കാനുള്ള കാരണം ഫിർഔനിന്റെ ഷർറിൽ നിന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ട ദിവസം കൂടിയാണത്, അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുത്ത് പോന്നു മുമ്പേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അനുയായികളോട് പറഞ്ഞു, ഇവരെക്കാൾ കടപ്പെട്ടവർ നമ്മളാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദൂതൻ ഫിർഔൻ എന്ന് പറയുന്ന ധിക്കാരിയായ അഹങ്കാരിയായ കാട്ടാളനായ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം, അതിനെ സ്മരിച്ചുകൊണ്ട് നന്ദി എന്നോണം നോമ്പെടുക്കുന്ന ആ ദിവസത്തിന് ഇവരെക്കാൾ കടപ്പെട്ടവർ നമ്മളാണ്. പക്ഷെ അവർ 10നാണ് നോമ്പെടുക്കുക. അവരിൽ നിന്ന് ഏത് വിഷയത്തിലും ജൂതന്മാർ മീശ കൊമ്പം മീശയാക്കി വളർത്തും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നമ്മൾ മീശ വെട്ടി ഒതുക്കണം. അവർ താടി വടിക്കും, നമ്മൾ താടി വെക്കണം. അവർ 10 മാത്രമേ നോമ്പെടുക്കൂ, നമ്മൾ അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ 9 കൂടി നോമ്പെടുക്കും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. പക്ഷേ അടുത്ത മുഹറം എത്തുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന് അടുത്ത വർഷം ഉണ്ടെങ്കിൽ ഞാൻ 9 നോമ്പെടുക്കുമെന്ന് പറഞ്ഞത് ആ വാക്കിൽ ഒതുക്കാനല്ലാതെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്ന് സഹാബത്തിന് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവിടുത്തെ വാക്ക് നമുക്ക് രേഖയാണ്, തെളിവാണ്. അതുകൊണ്ട് സഹാബ കിറാം ഈ മുഹറത്തിന്റെ 9 നോമ്പെടുത്തു. അതുകൊണ്ട് നമുക്ക് ആ 2 ദിവസവും പ്രത്യേകമായ സുന്നത്താണ് നോമ്പെടുക്കുക എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ 10 മാത്രമേ എടുത്തിട്ടുള്ളൂ. അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ 9 എടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കിട്ടേണ്ട ചില പാഠങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. നോമ്പ് നമ്മളെല്ലാവരും അനുഷ്ഠിച്ചു പോരുന്നതാണ്. ഇവിടെ ഒരു ഫിർഔനിന്റെ ചരിത്രവും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു ദഅവത്തിന്റെ ചരിത്രം അവിടെ ഉണ്ട് എന്നത് സാന്ദർഭികമായി ഓർക്കുക. അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നത് ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടിയാകുമ്പോൾ വളരുന്നത്. അതുകൊണ്ട് മൂസാ നബിയെ കുറിച്ച് ശരിക്ക് ഫിർഔനിനറിയാം. ആ ഫിർഔനിന് കൃത്യമായി അറിയും എന്ന് മൂസാ നബിക്ക് ചെറുപ്പം മുതലേ വിക്കുണ്ട്. സംസാരത്തിൽ ചില പിഴവുണ്ട് എന്ന് പറഞ്ഞാൽ ആ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശാർത്ഥം മാറിപ്പോവുക എന്നതല്ല, പറഞ്ഞൊപ്പിക്കാൻ പ്രയാസമുണ്ട്, നന്നായിട്ട് വിക്കുണ്ട്. അതുകൊണ്ട് പ്രവാചകനായി അല്ലാഹു മൂസാ നബിയെ നിശ്ചയിക്കുമ്പോൾ ഫിർഔൻ ഒന്ന് കളിയാക്കാനും ഒന്ന് പരിഹസിക്കാനും കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്ക് മത്സരത്തിന് വിളിക്കാനും ഒക്കെ റെഡിയാകുന്നതിന് ഒരു കളമൊരുക്കുന്ന സന്ദർഭമുണ്ട്, അല്ലേ? രണ്ടുപേരും ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് ദഅവത്തിന് വേണ്ടി പോവാൻ ആഗ്രഹിക്കുന്നത് സൂറത്ത് ത്വഹായിൽ പറയുന്നുണ്ട്. അല്ലാഹു തആല പോവാൻ പറയുന്നുണ്ട്, ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു ത്വഗാ, നിങ്ങൾ രണ്ടുപേരും പോവണം ഫിർഔനിന്റെ അടുക്കലേക്ക്. ഫിർഔൻ ത്വഗാ, അതിക്രമം ചെയ്തവനാണ്. ചെയ്യാൻ പോകുന്ന ആളാണെന്നല്ല, അതിക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഓന് ക്രമമറിയില്ല, അവന് മാന്യതയറിയില്ല, അതിക്രമം ചെയ്യുന്ന ആളാണ്. നിങ്ങൾ രണ്ടുപേരും ആ ഫിർഔനിന്റെ മുന്നിലേക്ക് പോകണം
എന്നിട്ട് ഫഖൂല ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, നിങ്ങൾ രണ്ടുപേരും ചെന്ന് അവരോട് മാന്യമായി ദഅവത്ത് നടത്തണം. മാന്യമായി സംസാരിച്ചാൽ മതി. ചിലപ്പം ഭയപ്പെട്ടേക്കാം, ചിലപ്പോ ചിന്തിച്ചേക്കാം. ആര്? ഫിറഔൻ. ഫിറഔൻ ചിന്തിക്കൂല എന്ന് അല്ലാഹ്ക്ക് അറിയില്ലേ? എന്തിനാ അല്ലാഹ് അങ്ങനെ പറഞ്ഞ്? ഫിറഔൻ നന്നാവൂല എന്ന് അല്ലാഹ്ക്ക് അറിയില്ലേ? നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോയി സമയം കളയേണ്ടതില്ല, അവൻ ഒരിക്കലും നന്നാവുകയില്ല. ഫിറഔനിന്റെ കൽബറിയുന്ന പടച്ചവൻ എന്തേ അത് പറയാതെ? അവിടെ തഫ്സീർ വിശദീകരിക്കുന്നുണ്ട്. ഇത് ലോകം അവസാനിക്കുന്നത് വരെയുള്ള മനുഷ്യർക്കുള്ള ചില ഗുണപാഠങ്ങളാണ്. ആരെയും നമ്മൾ മുദ്ര കുത്താൻ പാടില്ല. അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. കരുനച്ചിയിലെ പള്ളിപ്പടിയിലെ എറണാടമ്പാടത്തെ പള്ളി, പിന്നെ പാലേമാടിലെ പെരുങ്കുളത്തെ ബാർബർ മുക്കിലെ ഈ പള്ളിയിലേക്ക്, ഇടക്കരയിലെ ഈ പള്ളിയിലേക്ക് വരുന്ന ഒരാള് നമുക്കറിയാം, അയാളുടെ സ്വഭാവങ്ങൾ അറിയാം, പെരുമാറ്റങ്ങൾ അറിയാം. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറയാം, ഓനൊന്നും ഒരിക്കലും നന്നാവില്ല, പറയാൻ നമുക്ക് അധികാരമില്ല, അവകാശമില്ല. ഒരിക്കലും നന്നാവില്ല എന്നറിയുന്ന അല്ലാഹ് പോലും പ്രവാചകന്മാരോട് പറയുന്നത്, നിങ്ങൾ പൊയ്ക്കോ, ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ ഖാല റബ്ബന ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ യത്ഗ ഖാല ലാ തഖാഫാ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. അല്ലാഹുവേ, പോകാൻ ഒരു പേടിയുണ്ട്, ഫിറഔന്റെ മുന്നിലേക്കാണ് ഞങ്ങൾ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയമുണ്ട് മനസ്സിൽ, അവൻ എന്തും ചെയ്യും, അങ്ങനത്തെ ഒരാളാണ് എന്ന് രണ്ട് നബിമാർ അല്ലാഹുവിനോട് പറയുമ്പോൾ അല്ലാഹ് പറയുന്നു, പേടിക്കണ്ട, ഇന്നനി മഅകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ, നിങ്ങൾ ഒറ്റക്കല്ല അങ്ങോട്ട് പോകുന്നത്. ഇന്നനി മഅകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഞാനുണ്ട്, ഞാനാ നിങ്ങളോട് പോകാൻ പറയുന്നത്. ഇന്നനി മഅകുമാ അസ്മഉ വ അറാ, എല്ലാം കേൾക്കുന്നവനായി കാണുന്നവനായി മൂസ, ഹാറൂൻ അല്ലാഹ് വിളിക്കുക, നിങ്ങൾ രണ്ടുപേരുടെയും നബിമാരുടെ കൂടെ ഞാനുണ്ട്, പൊയ്ക്കോളൂ എന്ന് അല്ലാഹു തആല പറയുന്ന ഒരു സന്ദർഭം ഞാൻ ഈ ഘട്ടത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. ഇവിടെ സുഹൃത്തുക്കളെ, ദഅവത്ത് അത് ഏതെങ്കിലും ഒരു കോളേജിൽ പോയി പഠിച്ച ഒരാൾ മാത്രം നിർവഹിക്കേണ്ട ഒന്നല്ല. നമ്മൾ നമ്മുടെ ഭാര്യയോട് ദീന് പറയുന്നത്, മക്കളോട് ദീന് പറയുന്നത്, അയൽവാസിയോട് ദീന് പറയുന്നത്, ബന്ധുക്കളോട് ദീന് പറയുന്നത്, ഒരു ആയത്ത് കേട്ടാൽ അത് പറഞ്ഞു കൊടുക്കുന്നത്, അതൊക്കെ ദഅവത്താണ്. അത് നിർവഹിക്കാൻ മടിച്ചു നിൽക്കരുത് എന്ന ഒരു സന്ദേശം കൂടി ഏത് അക്രമിയോടും, ഏത് വൃത്തികേട് ചെയ്യുന്നവനോടും, ഏത് തോന്നിവാസം ചെയ്യുന്നവനോടും അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ സീല് വെക്കരുത് എന്നാണ് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. റബ്ബ് ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുഹറം എന്ന ഈ പവിത്രമായ മാസത്തിൻ്റെ ചില ചരിത്ര പ്രസക്തമായ നുറുങ്ങുകളെയാണ് ഞാൻ ഈ ഖുത്ബയിൽ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അവസാനിപ്പിക്കുമ്പോൾ ദഅവത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് എത്തി നിൽക്കുന്ന ചരിത്രത്തിന്റെ ഭാഗമാണ് ഒന്നാമത്തെ ഖുത്ബയിൽ നമ്മൾ അവസാനിപ്പിച്ചത്. മൂസാ നബിക്ക് വിക്കുണ്ട് എന്നറിയാം, നിങ്ങൾ പല സന്ദർഭത്തിലും കേട്ടതാവാം, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഫിർഔൻ ചോദ്യം ചോദിക്കുമ്പോൾ മൂസാ നബിയോടാണ് ചോദിച്ചത്. രണ്ടുപേരെയും വിളിച്ചിട്ട് മൂസാ നബി ഉത്തരം പറയണമെന്ന് പറയുന്നത് ഖുർആനിലുണ്ട്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും ചെന്നപ്പോൾ ഫിർഔൻ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ, നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ, അല്ലാഹനെ പരിചയപ്പെടുത്താനല്ലേ വന്നത്, നിങ്ങളെ റബ്ബിനെ പരിചയപ്പെടുത്താനല്ലേ വന്നത്, അതുകൊണ്ട് എനിക്കൊരു ചോദ്യമുണ്ട്. ഖാല ഫമർ റബ്ബുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ്? അപ്പോ വാക്ചാരുതയുള്ള, നന്നായി സംസാരിക്കാൻ കഴിവുള്ള ആളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരൻ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം. ഹാറൂൻ നബി ഉത്തരം പറഞ്ഞാൽ ഫിറഔനിന് പ്രയാസാണ്. അതുകൊണ്ട് ഫിറഔൻ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് എന്ന് ചോദിച്ചിട്ട് നിർത്തിയില്ല, ഉടനെ ചേർത്തി പറഞ്ഞു ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ. അവിടെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്തരം പറഞ്ഞാൽ ഫിറഔൻ പറയും ചോദിച്ചിട്ടില്ല, ചോദിച്ച ആൾ പറഞ്ഞാൽ മതിയായി. കാരണം വലിയ രാജാവാണ്, കിങ്കരനാണ്.
അതുകൊണ്ടാണ് ആയത്തിൽ എന്തു പറഞ്ഞത്? ഖാല ഫമർ റബ്ബുകുമ യാ മൂസ. ഓ മൂസ, ആരാ നിങ്ങൾ രണ്ടാളുടെയും റബ്ബ്? പറയും. മൂസാ നബിക്ക് വിക്കാണല്ലോ, പറഞ്ഞാൽ പ്രയാസപ്പെടുമല്ലോ. അക്ഷരം കുറേ സമയം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് പറയാൻ കിട്ടൂലല്ലോ. അതുകൊണ്ട് എല്ലാവരും മുമ്പിൽ ഒന്ന്, മൂസാ നബിയെ അള്ളാന്റെ പ്രവാചകനായി വന്ന ഒരാളല്ലേ, വലിയ ആളായി ഇന്നെ പഠിപ്പിക്കാൻ വന്ന ആളാ. അതുകൊണ്ട് എല്ലാവരും മുമ്പിൽ ഒന്ന് ഇളിമ്പ്യനാക്കി വിടാനാണ് യാ മൂസ എന്ന് വിളിച്ചിട്ട് ചോദിച്ചതെന്ന് തഫ്സീർ. ഉടനെ ഒരു വിക്കുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബുനല്ലദി അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും സൃഷ്ടിക്കും, എന്നിട്ട് അതിന് ജീവിക്കാനുള്ള മാർഗനിർദ്ദേശം നൽകുന്നവനാണ്. കുരുവിയെ ഉണ്ടാക്കും, അതിന് കൂട് കെട്ടാൻ ആരും പ്രാക്ടീസ് കൊടുക്കണ്ട, അത് കെട്ടിക്കോളും. പശു പ്രസവിക്കും, അതിൻ്റെ കുഞ്ഞിന് അകടിലേക്ക് ആരും പിടിച്ചു വെക്കണ്ട കേട്ടോ. നമ്മൾ വെപ്രാളപ്പെട്ട് നാട്ടിൽ വീട്ടിലൊക്കെ വളർത്തുന്ന പശുവിൻ്റെ കുഞ്ഞിനെ പിടിച്ച് ചിലപ്പോൾ അകടിലേക്ക് കൊണ്ടുപോകും, ആവശ്യമില്ല, അത് സമയമാകുമ്പോൾ പോയിക്കോളും. കാട്ടിലെത്രയോ പശുക്കൾ, കാട്ടിലെത്രയോ എരുമകൾ, കാട്ടിലെത്രയോ ജീവജാലങ്ങൾ പ്രസവിക്കുന്നില്ലേ? ആരും വഴികാട്ടല്ല, അവർക്ക് അള്ളാഹു ജനിതക കോഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പറക്കും പക്ഷികൾ, തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അവിടുത്തെ 15-20 ദിവസത്തെ അവിടുത്തെ തീറ്റയും കാലാവസ്ഥയും മാറുമ്പോൾ തിരിച്ചു പറക്കും. ഒരു റൂട്ട് മാപ്പും വേണ്ട, ഒരു ഗൂഗിൾ മാപ്പും വേണ്ട, അവർ തിരിച്ചു പറക്കും. അവരേത് ഗ്രാമത്തിൽ നിന്ന് ഏത് മരത്തിൽ നിന്ന് പറന്നോ അങ്ങോട്ട് തിരിച്ചെത്തും. സാൽമൻ മത്സ്യങ്ങൾ ഒരു കടലിടുക്കിൽ നിന്ന് വേറെ കടലിടുക്കിലേക്ക് പോയിട്ടാ പ്രജനനം നടത്തുക. അവിടെയാണ് സാൽമൻ മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക. എന്നിട്ട് അവിടെ വെച്ച് തള്ള മത്സ്യം ചത്തുപോകും. പിന്നെ കുഞ്ഞുങ്ങൾ അമ്മ വന്ന കടലിലേക്ക് എത്രയോ കിലോമീറ്ററുകൾ തിരിച്ചു നീന്തും. സാൽമൻ കുഞ്ഞുങ്ങൾക്ക് റൂട്ട് പടക്കുകയില്ല. അമ്മ പുറപ്പെട്ട അതേ കടലിലേക്ക് മക്കൾ തിരിച്ചു നീന്തും. അല്ലേ? ബീവർ തൻ്റെ കൂർത്ത പല്ലുകൊണ്ട് വലിയ മരത്തെ കാർന്ന് മുറിച്ച് ഈർച്ചവാളുകൾ കൊണ്ട് മുറിച്ചതുപോലെ മുറിച്ച് വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൂടുണ്ടാക്കും. ആ സംവിധാനങ്ങൾ ഉണ്ടാക്കും. ആരും അതിന് മാർഗനിർദ്ദേശം നൽകേണ്ടതില്ല. ഒരു പശുവിൻ്റെ കുഞ്ഞ് തെന്നി തോട്ടിലേക്കോ വെള്ളത്തിലേക്കോ വീണാൽ കുത്തിയൊഴുക്കില്ലെങ്കിൽ നീന്തി അത് കരയിലേക്ക് വരും. അതിനാരും അതിന് പ്രാക്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാൾ നീന്തുന്നത് 10 ദിവസം നോക്കി നിന്ന് 11ാമത്തെ ദിവസം നമ്മൾ ചാടിയാൽ വെള്ളം കുടിച്ച് അപകടത്തിലാവും. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നമുക്ക് പരിശീലനം വേണം. അതുകൊണ്ട് മൂസാ നബി ഫിർഔനോട് പറഞ്ഞു, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക മാത്രമല്ല എല്ലാറ്റിനും ജീവിക്കേണ്ട മാർഗനിർദ്ദേശം നൽകിയവനാണ് ഞങ്ങളുടെ റബ്ബ്. ഈ ഉത്തരം തടവില്ലാതെ പറഞ്ഞപ്പോൾ ആശ്ചര്യഭരിതനായി പോവാണ്. പിന്നെയാണ് ഫിറൗൻ സ്റ്റെപ്പൊക്കെ മാറ്റുന്നത്, അവിടേക്ക് അപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, എല്ലാവർക്കും അറിയുന്ന ചെറിയ ആയത്തുകളുണ്ട് സൂറത്ത് ത്വാഹയിൽ, റബ്ബിശ്റഹ് ലി സ്വദിരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. അല്ലാഹ് എൻ്റെ മനസ്സൊന്ന് വിശാലമാക്കിക്കൊണ്ട, ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാവാൻ എൻ്റെ നാവിൻ്റെ വിക്ക് കെട്ടുകുടുക്കുകൾ അഴിച്ചു മാറ്റിക്കൊണ്ട റബ്ബേ. ഫിറൗന്റെ മുമ്പിലേക്കാ പോണത്, കളിയാക്കും അവൻ, പരിഹസിക്കും അവൻ. പടച്ചോനെ, എൻ്റെ നാവിൻ്റെ കെട്ടിക്കുടുക്ക് അഴിച്ചുകൊണ്ട അല്ലാഹ്, എൻ്റെ മനസ്സിന് വിശാലത കൊണ്ട് റബ്ബേ, ഞാൻ പറയുന്നത് നേരെ മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുക്കണേ അല്ലാഹ്. ഇതൊക്കെ പ്രാർത്ഥിച്ച് ക്ലിയറായിട്ടാ അല്ലാഹു തആല ഫിർഔന്റെ മുന്നിലേക്ക് ഈ 2 പ്രവാചകന്മാരെ അയക്കുന്നത് എന്ന് ഫിർഔൻ അറിയില്ല. ശരി, മുഹറത്തിന്റെ ചരിത്രത്തിൽ ഫിർഔൻ കയറി വരുന്നത് കൊണ്ട് ആ ഭാഗം ഞാൻ പരാമർശിച്ചു എന്ന് മാത്രം. ഇവിടെ ഈ ഖുത്ബ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു പുതിയ ഒരു വർഷം, നമ്മൾ സാധാരണ ജാനുവരിയാണ് ഒരു പുതിയ വർഷമായിട്ട് കാണുക അല്ലേ? അത് പ്രിയപ്പെട്ടവർ, അതിൻ്റെ കലണ്ടറും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ അറബി വർഷത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ നിലയ്ക്കൊരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, മാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ മാസത്തിൻ്റെ പ്രത്യേകതകളും പവിത്രതയും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. തെറ്റായ കുറേ ധാരണകൾ വെച്ച് പുലർത്തുന്നവരുണ്ട്, തിരുത്താൻ നമ്മൾ പ്രേരിപ്പിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ലത് ചെയ്യാനും വർദ്ധിപ്പിക്കുവാനുള്ളൊരു മാസം എന്ന നിലക്ക് ത്യാഗോജലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് കഴിയണം. ദഅവാ രംഗത്ത് എൻ്റെ റോൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റേതായ ഭാഗതയെ നിർവഹിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവണം. അല്ലാഹു തആല എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ മുന്നിൽ അന്ന് പ്രയാസപ്പെട്ടതുപോലെ ഉള്ള അവസ്ഥകളില്ല. അതുകൊണ്ട് ഈ ദീനിനു വേണ്ടി എന്തു ചെയ്യാൻ പറ്റും?
എൻ്റെ നാട്ടിൻ്റെ പള്ളിക്ക് വേണ്ടി, എൻ്റെ നാട്ടിലെ മദ്രസയ്ക്ക് വേണ്ടി, എൻ്റെ നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, എൻ്റെ നാട്ടിലെ അള്ളാഹുമായി ബന്ധപ്പെട്ട ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ആരും എന്നെ നിർബന്ധിക്കാതെ തന്നെ എനിക്കെന്തു ചെയ്യാൻ പറ്റും എന്ന് ഒന്നും നിർവഹിക്കാൻ പറ്റാത്ത, സാമ്പത്തികമായി സഹായിക്കാൻ പറ്റാത്ത ഒരാള് ദീനിനെ മനസ്സുകൊണ്ട് മനസ്സിൽ നിറയെ ദീനിനോടൊരു ഇഷ്ടം വെക്കാനെങ്കിലും എനിക്ക് കഴിയുന്നുണ്ടോ എന്ന ചില സ്മരണകളും ഓർമ്മകളും ഈ ഹിജറയുടെ സന്ദർഭത്തിൽ ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ മനസ്സിനെ വിശാലമാക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പ് നൽകണേ. അള്ളാഹുവെ ലോക രാജ്യങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും നീ സമാധാനം വർഷിപ്പിക്കണേ. അള്ളാഹുവെ മഴ ശക്തമായി വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അള്ളാഹുവെ ഏത് ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ വെള്ളം വേണ്ടത് അവിടേക്ക് മഴയെ നീക്കി അള്ളാഹുവെ ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് ആവശ്യാനുസരണം വെള്ളമായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ ആ നാടിന് ആപത്ത് വരുത്താതെ, പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ നീ കാത്തുരക്ഷിക്കണേ. അള്ളാഹുവെ ഇനിയും വെള്ളം കിട്ടാൻ പ്രയാസപ്പെടുന്ന നാടുകളിലേക്ക് നീ വെള്ളം കൊടുത്ത് അനുഗ്രഹിക്കണേ. അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട്, രോഗികളായി വീട്ടിൽ കിടക്കുന്നവരുണ്ട്, കിഡ്നി രോഗികളുണ്ട്, ക്യാൻസർ ബാധിച്ചവരുണ്ട്. അള്ളാഹുവെ ശാരീരികമായി വ്യത്യസ്തമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാവരുടെയും രോഗങ്ങളെക്കുറിച്ചും ഉദ്ദേശങ്ങളെക്കുറിച്ചും നിനക്കറിയാം. നീ സുഖപ്പെടുത്തി കൊടുക്കണേ. അവരുടെ ആഗ്രഹങ്ങളെ നീ സഫലീകൃതമാക്കി കൊടുക്കണേ. അള്ളാഹുവെ ഞങ്ങളുടെ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക്, ഞങ്ങളുടെ ആൺകുട്ടികൾക്ക് ദീനീപരമായ വിവാഹങ്ങളും ദീനീപരമായ ജീവിതവും അള്ളാഹുവെ നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയി ഖബറുകളിൽ കിടക്കുന്ന ആളുകളുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ. അള്ളാഹുവെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് മരിക്കുക എന്നറിയില്ല. അള്ളാഹുവെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ